ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ അടുത്ത ആഴ്ചത്തെ ഒരു കാറ്റത്തെ കിളിക്കൂടിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടാലോ. നെക്സ്റ്റ് വീക്ക് പ്രൊമോയായിട്ട് നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിലെ നമ്മുടെ നിധിയുടെയും സുധീഷിൻ്റെയൊക്കെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ സ്കിപ്പ് അടിക്കാണ്ട് കേൾക്കുക. അതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോടെ വെച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സുമി മുഫാസ് മനസ്സിലെന്ന ചാനലിലെ രണ്ട് പരമ്പരകളാണ് ഇടുന്നത്. കാറ്റത്തെ കിളിക്കൂടും അതുപോലെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പര. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അങ്ങനെ നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രൊമോ കാറ്റത്തെ കിളിക്കൂടിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ സുഭാഷിന് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത അത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു. തൻ്റെ ജാതകപ്രകാരം തനിക്ക് താൻ കാരണം തൻ്റെ കുടുംബത്തിന് ഇത്രയും നാൾ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം താൻ കാരണമാണ്. തൻ്റെ ജാതകം അത്രയ്ക്ക് മോശപ്പെട്ട ഒരു ജാതകമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സുഭാഷിന് ഒട്ടും തന്നെ പറ്റാണ്ടാവുകയാണ്. കാരണം എന്ന് വെച്ചാൽ തൻ്റെ അമ്മ അല്ലെങ്കിൽ ഇപ്പം സുധീഷിൻ്റെയും നിധിയുടെയും ജീവിതം ഒരു പക്ഷേ ഇതൊക്കെ ഞാൻ ഒരാൾ ഈ കുടുംബത്ത് നിൽക്കുന്നത് കൊണ്ടാണോ, അങ്ങനെയുള്ള പല പല ചിന്തകളാണ് സുഭാഷിന് വന്നു കൂടുന്നത്. സുഭാഷിന് മറ്റുള്ളവരെയൊക്കെ മുഖത്ത് ഒന്ന് നോക്കാൻ പോലും ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് വരെ ഉണ്ട്. കാരണം മനസ്സ് വരെ വല്ലാണ്ട് മരവിച്ച് നിൽക്കുന്ന പോലെയുള്ളൊരവസ്ഥ. എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര വിഷമമായി. ആ കല്യാണ ബ്രോക്കർ കൊണ്ടുവന്ന ആ ഒരു ആലോചന അയാൾ വന്നത് കൊണ്ടാണല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സുഭാഷ് അന്നേ ദിവസം കിടന്നുറങ്ങുകയാണ് കേട്ടോ. എല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് സുഭാഷ് ഉറക്കം നടിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച് നിർത്തുന്ന ഏകദേശം ആ ഒരു സീനൊക്കെയാണ്. അതായത് സുഭാഷ് കിടന്നുറങ്ങുന്നു. അപ്പോൾ അത് കണ്ട് നിധി പ്രത്യേകം സുധീഷിനോട് പറയുന്നു, ഇന്നൊരു ദിവസം സുഭാഷ് ചേട്ടനെ നോക്കണം. കാരണം മനസ്സിനാകെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് സുഭാഷ് ചേട്ടൻ നിൽക്കുന്നത്. അതുകൊണ്ട് സുധീഷ് ഞാൻ കിടക്കാൻ പോവാണ്, അപ്പോൾ സുധീഷ് ശ്രദ്ധിക്കണേന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷും ഹരീഷൊക്കെ സുഭാഷ് ചേട്ടൻ ഉറങ്ങിയോ എന്ന് വിളിച്ച് നോക്കി കൺഫേം ആക്കിയിട്ടാണ് അവർ കിടക്കുന്നത്. പിറ്റേ ദിവസം ആ ബ്രോക്കർക്കിട്ട് 2 കൊടുക്കണം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടെയാണ് സുധീഷ് കിടന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ സുഭാഷിനെ അവിടെ എങ്ങും കാണാനില്ല കേട്ടോ. അപ്പം നിധി അടുക്കളയിലൊക്കെ ചെന്ന് നോക്കണം. അപ്പോൾ സുഭാഷ് ചേട്ടൻ അവിടെ എങ്ങുമില്ല. അവസാനം സുധീഷും ഹരീഷും നികേഷും എല്ലാവരും സുഭാഷിനെ അവിടെ കിടന്ന് മൊത്തം തിരയാ. എവിടെയാണോ എന്താണോ ഒരു പിടുത്തമില്ല. അപ്പോൾ ഭാസ്കറിനും അറിയണം സുഭാഷ് ഇവിടെ ഇല്ല എന്നുള്ള ഒരു കാര്യം അറിയണം കേട്ടോ. അങ്ങനെ എല്ലായിടവും പോയി നോക്കി. അപ്പം മൊബൈലിൽ വിളിച്ചിട്ട് മൊബൈലിൽ കിട്ടുന്നുമില്ല, സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയേണ്ട അവരെല്ലാവരും ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുന്ന സമയത്ത് നിധിയുടെ കണ്ണിൽ ഒരു ലെറ്റർ കാണാൻ കേട്ടോ. അതായത് സുഭാഷ് ഒരു ലെറ്റർ എഴുതി വച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അതായത് ഞാൻ കാരണം ഈ കുടുംബത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും ദോഷങ്ങളും വന്നിട്ടുണ്ട്, ഇനി അത് ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ട് എന്നെ ആരും തിരക്കരുത്, ഞാൻ ഈ വീട് വിട്ട് പോവുകയാണ്, ഞാൻ ഇനി ഇങ്ങോട്ടേക്ക് ഒരിക്കലും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് വായിക്കണത് നിധിയുടെ ചങ്കങ്ങ് പിടയ്ക്കണ കണക്കായി പോവുകയാണ്. സുഭാഷ് ചേട്ടൻ നമ്മളെല്ലാം വിട്ടു പോയോ, നമ്മളെ വിട്ട് മാറിയോ എന്നുള്ളൊക്കെ ചിന്ത. നിധി അപ്പം തന്നെ സുധീഷിൻ്റെയിലും ഹരീഷിൻ്റെയിലൊക്കെ ലെറ്റർ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അവരൊക്കെ വായിച്ചിട്ട് അവരങ്ങ് സ്റ്റക്കടിച്ച് നിൽക്കണക്കായി പോവാണ്. കാര്യം എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിലെ നെടുന്തൂണാണ് സുഭാഷ് എന്ന് പറയുന്നത്. കുഞ്ഞിലേ മുതൽ അവരെ 3 പേരെയും വളർത്തി വലുതാക്കി ആഹാരം ഉണ്ടാക്കി ഇപ്പോഴും നിധി ഉൾപ്പെടെ അവരെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു ഉത്തരവാദിത്വപ്പെട്ട ഒരു ഗൃഹനാഥനെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്ന ഒരാളാണ് നമ്മുടെ സുഭാഷ്. ആ സുഭാഷ് ഇല്ലാത്തൊരു ജീവിതം, ഇപ്പോൾ ഇത്രയും ആഹാരം ഉണ്ടാക്കി തരുന്നു എന്നുള്ളത് മാത്രമല്ല, അവർക്ക് എല്ലാത്തിനും എന്തിനും ഏതിനും സുഭാഷ് ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനേ പറ്റില്ല. അവരാകെ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടിലായി. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന്. നികേഷ് ആണെങ്കിൽ സ്വിച്ചിട്ടണക്ക് അങ്ങുള്ളൊരവസ്ഥ. സാധാരണ ഇങ്ങനെയുള്ള പ്രതിസന്ധികളിൽ നികേഷ് പൊട്ടിക്കരയാണ് ചെയ്യണത്. പക്ഷേ നികേഷിന് കരയാൻ പോലും പറ്റുന്നില്ല. ഒരു ദിവസം പോലും സുഭാഷ് ഏട്ടൻ ഇല്ലാണ്ട് ഒരു ജീവിതം നികേഷിന് സങ്കല്പിക്കാനേ പറ്റുന്നില്ല. അതിനേക്കാളൊക്കെ അപ്പുറമായിരുന്നു സുധീഷും ഹരീഷും. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അപ്പോഴേക്കും സുധീഷ്, ഞാൻ ഒരാൾ കാരണമാണ് ഇങ്ങനൊരു അവസ്ഥ വന്നത്, സുഭാഷ് ചേട്ടനൊരു കല്യാണം കൊണ്ടുവന്ന് ആ ജാതകം എഴുതിപ്പിച്ചതും ഒക്കെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് അറിഞ്ഞ് നമ്മുടെ ഭാസ്കരനും പറയുന്നുണ്ട്, അവൻ എന്ത് മണ്ടത്തരെ കാണിച്ചത്, അവൻ എങ്ങോട്ട് പോനാ, നിങ്ങൾ പേടിക്കണ്ട, അവൻ ഇപ്പം തന്നെ വരും, നിങ്ങളെയൊന്നും കാണാണ്ട് അവനങ്ങനെ മാറി നിൽക്കാനൊന്നും പറ്റില്ല. ഭാസ്കറിൻ്റെയും കയ്യിൽ നിന്ന് പോവാണ്. കാരണം
കാരണം ഭാസ്കരന് വല്ലാത്തൊരു പ്രയാസമായിപ്പോയി. ആ ഒരു ജാതകം കൊണ്ടുവന്ന് ആ ജോത്സ്യൻ്റെ കയ്യിൽ ഭാസ്കരൻ കൊടുത്തതുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ പറഞ്ഞതും അതെല്ലാവരും കേട്ടതും അത് നമ്മുടെ സുഭാഷിനെ തളർത്തി കളഞ്ഞതും. ആകെ ഒരു വല്ലാത്ത സിറ്റുവേഷനായിരുന്നു. അങ്ങനെ അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. അങ്ങനെ പലരും പല വഴിക്കായിട്ട് ഇങ്ങനെ സുഭാഷിനെ തേടി പോവുകയാണ്. സുഭാഷിന് അങ്ങനെ ഫ്രണ്ട്സ് ആരും ഇല്ലല്ലോ. ഈ അവർക്ക് അറിയാവുന്ന അടുത്തുള്ള പണിക്കാർ അങ്ങനെയൊക്കെ ഉള്ളൂ. അങ്ങനെ വർക്ക് സൈറ്റിലും കാര്യങ്ങളൊക്കെ പോയി തിരക്കുന്നുണ്ട്. അവിനാശിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട്, ഇല്ല ഇന്ന് കണ്ടില്ല, ഇന്ന് വന്നിട്ടില്ല എന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ല. അവരെല്ലാവരും ഓരോരുത്തർ ഓരോ വിധത്തിൽ പോവുകയാണ്. ഭാസ്കരൻ്റേതായ രീതിയിൽ, നികേഷ്, ഹരീഷ്, സുധീഷ്. നിധിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. നിധിയുടെ റിലേ പോകണേ. നേരം വെളുത്തപ്പോൾ എല്ലാവരും ഇറങ്ങി നോക്കണതാ. അവസാനം സന്ധ്യ ആവേണ്. സുഭാഷിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. എല്ലാവരും പല ദിക്കിലായിട്ട് പോയവരൊക്കെ തിരിച്ച് വീട്ടിൽ തന്നെ വരെയാണ്. എന്നിട്ടും സുഭാഷ് ഏട്ടനെ കുറിച്ചുള്ള ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഇനി എന്ത് ചെയ്യും നമ്മൾ? എല്ലാവരും അങ്ങനെ ഇരിക്കുക, മുഖത്തോട് മുഖം നോക്കി. നമ്മുടെ സുഭാഷ് ഏട്ടൻ എന്ത് പറ്റി കാണും? സുഭാഷ് ഏട്ടൻ എന്തിനാ നമ്മളെ ഇട്ടേച്ച് പോയി? അങ്ങനെ പല പല ചിന്തകൾ ഓരോരുത്തരുടെ മനസ്സിലും വരെയാണ്. ഭാസ്കരൻ പോലും തളർന്നു കുത്തി ഇരിപ്പായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സുഭാഷിൻ്റെ ഭാഗത്ത് നിന്നും. കാര്യം വേറൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ച് ചെയ്യാനുള്ള ഒരു മനോബോധവും മനോധൈര്യമുള്ള ഒരാളാണ് നമ്മുടെ സുഭാഷ്. അപ്പോൾ ആ സുഭാഷ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന്, കാരണം എല്ലാവരുടെയും മുന്നിലും തളർത്തുന്ന കണക്കുള്ളൊരവസ്ഥയായിപ്പോയി. കാരണം തൻ്റെ ഒരു ജാതകദോഷം കാരണം ഈ കുടുംബത്തിന് അന്നും ഇന്നും ദോഷങ്ങളുടെ കളിയാണെന്നൊക്കെയാണ് ജ്യോത്സ്യം പറഞ്ഞത്. സുഭാഷിനെ അത് വല്ലാണ്ട് തളർത്തി കളഞ്ഞായിരുന്നു. അങ്ങനെ ആർക്കും എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂല. നിധി അപ്പോഴേക്കും സുധീഷിൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് പറഞ്ഞു, അതെ സുധീഷ്, ഇത്രയും നേരമായി നമ്മൾ ഇനി ഒന്നും ചെയ്യാണ്ടിരുന്നാൽ പറ്റില്ല. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാം. നിധി, കംപ്ലൈൻറ്റോ? അതെങ്ങനെ ശരിയാവും? അതൊക്കെ ശരിയാവുമോ? അപ്പോഴേക്കും നിധി പറഞ്ഞു, സുധീഷേ, നമ്മൾ ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല, വാ നമുക്ക് എത്രയും വേഗം പോയി ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സുധീഷും നമ്മുടെ നിധിയും കൂടെ ചേർന്നിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് അവിടുത്തെ സാറിനെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അയാൾ തിരക്കുന്നുണ്ട്, എന്ത് കാരണത്താലാണ് പോയത്, അതിന് മാത്രമുള്ള എന്തെങ്കിലും സംഭവങ്ങൾ വീട്ടിലുണ്ടായിട്ടുണ്ടോ, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ നിധിയും സുധീഷും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. എഴുതി വെച്ച ലെറ്ററും കാണിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, ആ പോലീസുകാരൻ പറയാണ്, എന്തായാലും ഇതിപ്പോൾ മാനസികമായിട്ട് തളർന്നു പോയതാണ്. അപ്പോൾ ചിലപ്പോൾ എവിടെയെങ്കിലും മാറി നിൽക്കാം. ഇനി അഥവാ ഇങ്ങനെയുള്ള കൂട്ടർ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യാനും പിന്നെ സാധ്യതയുണ്ടെന്ന് ഇങ്ങനെ പറയണം കേട്ടോ. അത് കേട്ടപ്പോഴേക്കും സുധീഷിനെ സഹിക്കാൻ പറ്റില്ല. അയ്യോ സാർ, അങ്ങനെയൊന്നും സുഭാഷ് ഏട്ടൻ ചെയ്യില്ല, ഞങ്ങളെ ഇട്ടേച്ച് പോകാൻ സുഭാഷ് ഏട്ടൻ ഒരിക്കലും കഴിയില്ല, അങ്ങനെ ചിന്തിക്കില്ല സാറേ എന്ന് പറഞ്ഞു. എടോ, ഞാനൊരു ഇത് പറഞ്ഞതാണ്, അതിനും സ്കോപ്പുണ്ട്. കാര്യം മനസ്സിന് പ്രയാസം കയറി വീട് വിട്ടിറങ്ങി പോയവരാണ്. അപ്പോൾ അവർ എന്നേക്കുമായി അവരുടെ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന ചിന്തയും അവരിൽ വരാം. ഞാനൊരു സാധ്യതയ്ക്ക് ഉണ്ട് എന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ എന്ന് അയാൾ സാറ് പറയണ്. അങ്ങനെ നിങ്ങളൊരു കംപ്ലൈൻറ്റ് എഴുതി തരാൻ പറയണ്. സുധീഷിന് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായി പോയി. സുധീഷിന് കംപ്ലൈൻറ്റ് പോയിട്ട് അവിടെ നിൽക്കാൻ പോലും സുധീഷിന് സാധിക്കുന്നില്ല. വല്ലാത്ത മാനസിക പിരിമുറുക്കമായിരുന്നു. സുധീഷ് നേരെ വെളിയിലോട്ട് ഇറങ്ങി വന്നു കേട്ടോ, പോലീസ് സ്റ്റേഷൻ്റെ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. നേരെ ഒരു വണ്ടിയുടെ മറുകിൽ പോയി നിന്ന് ഏങ്ങി സുധീഷ് കരയണം കേട്ടോ. എൻ്റെ സുഭാഷ് ഏട്ടൻ നമ്മുടെ കുടുംബത്തില്ലാണ്ട് ഞാൻ എന്തും പറഞ്ഞ് വീട്ടിൽ കയറി ചെല്ലണേ, അവരോടൊക്കെ എന്ത് പറയുമെന്നൊക്കെ മനസ്സിൽ ഓർത്ത് ഇങ്ങനെ പൊട്ടി വിതുമ്പി കരയണം കേട്ടോ. അങ്ങനെ നമ്മുടെ നിധി വന്നിട്ട്, നിധിയും കൂടെ തളർന്നു കഴിഞ്ഞാൽ പിന്നെ ആരാ ഇവരെയൊക്കെ സമാധാനിപ്പിക്കുന്നത്? അങ്ങനെ നിധി കംപ്ലൈൻറ്റും കാര്യങ്ങളെല്ലാം എഴുതി കൊടുക്കുകയാണ്. എന്നിട്ട് നേരെ വരുമ്പോൾ സുധീഷ് എവിടെയാണെന്ന് നോക്കും. അപ്പം സുധീഷ് ഒരു കാറിൻ്റെ പിന്നിൽ ആയിട്ട് നിൽക്കുകയാണ്. നിധി ചെന്ന് നോക്കുമ്പോൾ ആരും കാണാണ്ട് പൊട്ടിക്കരയാണ് കേട്ടോ സുധീഷ്. നിധിക്ക് സഹിക്കാൻ പറ്റിയില്ല. നിധിക്ക് അങ്ങ് സങ്കടം വന്നിട്ട് അങ്ങ് വിതുമ്പാൻ വന്നു. പക്ഷേ നിധി പിടിച്ച് കൺട്രോൾ ചെയ്തു കേട്ടോ. എന്നിട്ട് സുധീഷിൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, എന്താ സുധീഷ് ചെയ്ത്, പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുത്തല്ലോ, അവരിനി കണ്ടുപിടിക്കും, ഒരു കുഴപ്പം ഉണ്ടാവില്ല. നിധി എന്തൊക്കെയാണ് പറയണത്? സുധീഷ് ചേട്ടൻ എന്ത് സംഭവിക്കുമെന്നാ? സുധീഷ് ചേട്ടൻ ഒരിക്കലും ഞങ്ങളെ ഇട്ടേച്ച് ഈ വീട് വിട്ടുപോലും പോവില്ല. സുധീഷ് ചേട്ടൻ ഇന്ന് രാത്രി വരും, നീ കണ്ടോ നിധി എന്നൊക്കെ പറയുന്നു. സുധീഷിന് വല്ലാത്തൊരു മാനസിക
പിരിമുറുക്കം പെട്ടെന്നൊക്കെ പലതും അങ്ങനെ കേൾക്കുമ്പോൾ ഒരു മനസ്സിൻ്റെ കൺട്രോൾ പോവില്ല, അതുപോലെയുള്ള ഒരു നിധിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി സുധീഷിൻ്റെ ആ ഒരു പെരുമാറ്റം കണ്ടിട്ട്. സുധീഷ് കരച്ചിൽ നിർത്തുന്നില്ല, വീണ്ടും വീണ്ടും വിങ്ങി പൊട്ടിക്കരയാണ്. നിധിക്ക് സഹിക്കാൻ പറ്റില്ല. നിധി ചെന്ന് സുധീഷിനെ തോളോട് ചേർത്ത് വെച്ചിട്ട് സമാധാനപ്പെടും സുധീഷ്, നീ ഇങ്ങനെ കരയില്ലേ, ഇനി വീട്ടിൽ ചെന്ന് അവരുടെ അടുത്തൊക്കെ നമ്മൾ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ട അവരെ. നിധി എനിക്ക് പറ്റുന്നില്ല നിധി, സുഭാഷ് ഏട്ടൻ എന്തെങ്കിലും സംഭവിക്കുമോ, അവരൊക്കെ എന്താ പറയണേ, എനിക്ക് പറ്റുന്നില്ല, നമ്മളെ സുഭാഷ് ഏട്ടൻ എവിടെ പോയി, വരില്ലേ നിധി വരില്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ആകെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ സുധീഷ് നിൽക്കുകയാണ്. ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് ഹരീഷിനോട് നികേഷിൻ്റെ അടുത്തൊക്കെ എന്ത് പറയും നിധി എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷ് ഏങ്ങി കരയാണ് കേട്ടോ. അങ്ങനെ ഒടുവിൽ നിധി സുധീഷിനെ ഒരുവിധമൊക്കെ സമാധാനിപ്പിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടെ നേരെ വീട്ടിലോട്ട് വരണം. വീട്ടിലേക്ക് വന്നപ്പോൾ ഹരീഷും നികേഷും കാത്തിരിക്കുകയാണ് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്നുള്ളത്. അപ്പം ഹരീഷ് പറയും, എന്തായി സുധീഷ് പോയിട്ട്, എന്തായി ഏട്ടതി പോയിട്ട്? അപ്പോൾ പറഞ്ഞ് നമ്മൾ കംപ്ലൈൻറ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഇനി അവർ തിരക്കിയിട്ട് പെട്ടെന്ന് തന്നെ പറയാമെന്ന് പറഞ്ഞു. അല്ലാണ്ട് വേറെ ഒരു ഇതും കിട്ടിയില്ല എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഒരു പച്ച വെള്ളം പോലും നേരം വെളുത്തിട്ട് ഇത്രയും പേരും കഴിച്ചിട്ടില്ല. ആരും നികേഷോ ഹരീഷോ നിധിയോ സുധീഷോ ഭാസ്കരൻ പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ പോയി തിരക്കി. അപ്പോഴാണ് ഭാസ്കരൻ ഉമ്മറത്ത് നിന്ന് ഇറങ്ങി വരേണം കേട്ടോ. വന്നിട്ട് പറഞ്ഞു, അവനെങ്ങും പോവില്ല, നിങ്ങളെന്തിനാ സങ്കടപ്പെടണേ, അവന് നിങ്ങളെ ഒന്നും ഇട്ടേച്ച് പോവാൻ പറ്റില്ല, നിങ്ങളൊക്കെ സമാധാനമായിട്ടിരിക്കുക, അവൻ വരും എന്നൊക്കെ പറഞ്ഞ് സ്വയം മനസ്സിനെ ധൈര്യപ്പെടുത്തി ഭാസ്കർ അവർക്ക് ഒരു ധൈര്യം കൊടുത്തിട്ട് വീണ്ടും വന്ന് ഉമ്മറത്തിരിക്കാൻ കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ലളിതയും ഗംഗാധരനും കൂടെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഭാസ്കരനെ ഒന്ന് നോക്കുന്നുണ്ട്, ഭാസ്കരൻ മുഖം തിരിഞ്ഞിരിക്കും. ആ സമയം ലളിതയും ഗംഗാധരനും അകത്തോട്ട് ചെല്ലുകയാണ്. അപ്പോഴേക്കും നിധി അവരുടെ അടുത്ത് ഇരിക്കാനൊക്കെ പറയുകയാണ്. എന്നിട്ട് അവർക്ക് കുടിക്കാൻ വെള്ളമൊക്കെ എടുത്ത് കൊടുക്കും. അപ്പോൾ വേണ്ടാന്നൊക്കെ പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലളിത ചോദിക്കുന്നുണ്ട്, മോളെ എന്താ യഥാർത്ഥത്തിൽ നടന്നത്, അതിന് മാത്രം ഇവിടെ എന്ത് സംഭവം ഉണ്ടായി, ഭാസ്കരൻ അങ്ങനെ അവനെ തല്ലിയോ, വീട് വിട്ട് പോകാനുള്ള കാരണം എന്താ, അങ്ങനെയൊക്കെ ചോദിക്കണം കേട്ടോ. അപ്പോഴേക്കും നിധി കാര്യങ്ങളൊക്കെ പറയണം. ഇന്നതുപോലെ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ടായിരുന്നു, അപ്പം അതിൽ അവരുടെ ഒരു ജ്യോത്സ്യനെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ആ ജാതകം സുഭാഷ് ഏട്ടൻ്റെ ജാതകമായിട്ട് ചേരുമെന്ന് നോക്കാൻ വേണ്ടി കൊടുത്തപ്പോഴാണ് ആ ജ്യോത്സ്യൻ ഈ സുഭാഷ് ഏട്ടൻ്റെ ജാതകത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അതായത് പെണ്ണ് വായില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ 100 റീസൺ പറഞ്ഞു. ഇതൊക്കെ കേട്ട് സുഭാഷ് ഏട്ടൻ്റെ മനസ്സാകെ അങ്ങ് തകർന്നു പോയി. അങ്ങനെ ഒരു കത്തൊക്കെ എഴുതി വെച്ചിട്ടാണ് പോയെന്ന് നിധി പറയുകയാണ്. ലളിതയ്ക്ക് കാര്യം പറഞ്ഞ സങ്കടമാണ്. കാര്യം കുടുംബം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു വഴക്കും ശത്രുതയൊക്കെ ഉണ്ടാകും. പക്ഷേ എത്രയായാലും തൻ്റെ സഹോദരൻ്റെ മകനല്ലേ അവൻ. ആ ഒരു ഇതൊക്കെ ലളിതയ്ക്കും പറയണം. അപ്പോൾ ഗംഗാധരനും പറഞ്ഞു, നിങ്ങൾ സമാധാനപ്പെടുക, അവൻ അങ്ങനെ ദൂരോട്ടൊന്നും പോവില്ല. കാരണം സാധാ ഒരു ചിന്താഗതിക്കാരനല്ല അവൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കി ചിന്തിക്കാനുള്ള ഒരു കഴിവുള്ളവൻ തന്നെയാണ് അവനെന്നിങ്ങനെ പറയണത്. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ഗംഗാധരന് ലളിതയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാസ്കരൻ എഴുന്നേറ്റ് അകത്തോട്ട് ചെല്ലുകയാണ്. എന്നിട്ട് ഗംഗാധരൻ്റെ നേരെ അങ്ങോട്ട് തിരിയണം. സത്യം പറയടാ, എൻ്റെ മകനെ നീ എന്ത് ചെയ്തൂടാ, അവനെ കൊന്നോടാ നീ എന്നൊക്കെ ചോദിച്ച് ഭാസ്കരൻ പെട്ടെന്ന് വയലൻ്റ് ആവുകയാണ്. അപ്പോഴേക്ക് സുധീഷ് പറയും, അച്ഛൻ എന്താ ഈ കാണിക്കണേ, ഒന്ന് മാറിയുന്നേ, അവരിവിടെ വന്നത് അത് സുഭാഷ് എന്നെ കാണാനില്ല എന്ന് അറിഞ്ഞിട്ടാണ്, അച്ഛൻ വെറുതെ ആവശ്യമില്ലാത്ത സീൻ ഉണ്ടാക്കലുണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തും കേട്ടോ. അപ്പോഴേക്കും ഭാസ്കരൻ അവിടെ തന്നെ അങ്ങ് ഇരുന്ന് പോവാണ് കേട്ടോ. ഭാസ്കരനും തളർന്നു പോവാ. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, തൻ്റെ മകൻ എന്ത് പറ്റിക്കാണും, അവൻ ഇനി എന്തെങ്കിലും അവിവേകം കാണിച്ചു കാണോ എന്നൊക്കെയുള്ള പല 100 ചിന്തകൾ ഭാസ്കരൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് അവർ നേരെ ഗംഗാധരനും നമ്മുടെ ലളിതയും നേരെ വീട്ടിലോട്ട് പോവുകയാണ്. നിങ്ങളെല്ലാവരും സമാധാനപ്പെട്, അവൻ എന്തായാലും തിരിച്ചു വരും, അവൻ അങ്ങനെ അധിക നാളൊന്നും നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല, അങ്ങനത്തെ ഒരു സ്വഭാവമല്ല അവൻ്റെത് എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചിട്ടാണ് ലളിതയും ഗംഗാധരനും പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവരെല്ലാവരും ഇങ്ങനെ രാത്രിയായി, എന്ത് ചെയ്യണമെന്നറിയില്ല, ഒരു സാധനം ഇവരാരും കഴിച്ചിട്ടില്ല. ആ സമയത്ത് ഭാസ്കരൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു തോന്നൽ. അപ്പോഴേക്കും ഭാസ്കരൻ വന്നിട്ട് സുധീഷിൻ്റെ അടുത്ത് പറയും, എടാ നീ ആ അവിനാശിൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് വന്നേ, ഇനി അവൻ്റെ പെങ്ങളുണ്ടല്ലോ, എന്താ അവളുടെ പേര്,
ചാന്ദിനി, ഇനി അവളെ എങ്ങാനും കെട്ടിക്കൊണ്ട് അടിച്ചുകൊണ്ട് പോയി കാണോ എന്നുള്ള ചിന്ത എനിക്ക് വരുമെന്ന്. അപ്പോഴേക്കും ഹരീഷ് പറയാം, ദേ അച്ഛാ മിണ്ടാണ്ടിരുന്നോണം, സുഭാഷ് ചേട്ടനെ കുറിച്ചാണ് പറയണത്. എടാ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ, നീ ഒന്ന് പോയി നോക്കിയിട്ട് വാടാ സുധീഷേന്ന് ഭാസ്കരൻ പറയണേ. അച്ഛൻ ഇത് എന്താ പറ്റിയേ? ഞാൻ രാവിലെ അവിനാശിനെ കണ്ടതാണല്ലോ, അപ്പോൾ അവൻ കണ്ടില്ലെന്നാണല്ലോ പറഞ്ഞത്. എടാ എന്നാലും ഒന്ന് പോയി നോക്കിയിട്ട് വാ നീ എന്ന് പറയും. അങ്ങനെ ഭാസ്കറിൻ്റെ വാക്കം കേട്ട് സുധീഷ് ചെല്ലാണ്. അങ്ങനെ അവിനാശിൻ്റെ വീട് എത്തിയാണ്. ആ വീടെത്തി കഴിഞ്ഞ് ബെല്ലടിച്ചിട്ട് സുധീഷ് ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ് കേട്ടോ. ദൈവമേ പിന്നെ സുഭാഷ് ചേട്ടൻ ഇവിടെ ഉണ്ടാകണേ, എങ്ങോട്ടും പോകല്ലേ എന്നുള്ള പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ട് അവിനാശ് വന്ന് ഡോറ് തുറക്കുകയാണ്. അപ്പം സുധീഷ് ചോദിക്കും, അല്ല ഏട്ടനെ എങ്ങാനും കണ്ടായിരുന്നു, ഇവിടെ എങ്ങാനും ഉണ്ടോ എന്നുള്ളത് ചോദിക്കും. അപ്പോഴേക്കും അവിനാശ് മുഖം താഴോട്ട് ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് സുധീഷ് നോക്കുമ്പം സുഭാഷിൻ്റെ സൗണ്ട് അകത്തുനിന്ന് കേൾക്കട്ടോ. അങ്ങനെ അവിനാശിനെ തള്ളിയിട്ടിട്ട് സുധീഷ് ഓടി ചെല്ലുകയാണ് കേട്ടോ. അവിടെ എത്തുമ്പോഴേക്കും സുഭാഷ് നമ്മുടെ സുധീഷിനെ കാണുന്നില്ല. അപ്പോഴേക്കും സുധീഷ് ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ചാന്ദിനി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കഴിക്കാനായിട്ട് നിർബന്ധിക്കുകയാണ്. അപ്പോൾ സുധീഷ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് ചാന്ദിനിയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് വേണ്ട ചാന്ദിനി, എനിക്ക് ഇറങ്ങി പോകില്ല. എൻ്റെ അനിയന്മാരിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ? അവരൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല, അവർ വിശന്ന് വലഞ്ഞിരിക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ സങ്കടപ്പെടുന്നതും സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷ് ഓടിച്ചെന്ന് അങ്ങോട്ട് കെട്ടിപ്പിടിക്കാനായിട്ട് കെട്ടിപ്പിടിച്ച് കുറേ നേരം അങ്ങ് കരയാണ്. സുഭാഷ് അന്തം വിടുകയാണ്, കാരണം അവൻ ഞാനുള്ള സ്ഥലം കണ്ടുപിടിച്ചല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ പറയും, എന്ത് പണിയാ സുഭാഷ് ചേട്ടാ കാണിച്ചത്? ഞങ്ങളെയൊക്കെ എന്തിനാ ഇങ്ങനെ വിഷമിപ്പിച്ചത്? സുഭാഷ് ചേട്ടൻ എന്താ പറയാണ്ട് പോയത്? എന്ത് പറ്റിയെന്ന്? സുഭാഷ് ചേട്ടൻ എന്താ പറ്റിയത്? ഈ 5 കൊല്ലമായിട്ട് ഒരു ചെറുക്കനെ നോക്കി നടന്ന ഈ കുടുംബത്തിൻ്റെ ഒരു കല്യാണാലോചന വന്നിട്ടല്ലേ ഇങ്ങനെ പറ്റിപ്പോയത്? എന്നോട് ക്ഷമിക്കും സുഭാഷ് ചേട്ടാ, ഇനി മേലിൽ ഇങ്ങനത്തെ ഒരു കേസ് ഞാൻ കൊണ്ടുവരില്ല എന്നൊക്കെ പറഞ്ഞ് സുധീഷ് മാപ്പ് പറയണം കേട്ടോ സുഭാഷിൻ്റെ അടുത്ത്. സുഭാഷ് വഴക്ക് പറയണേ, നീ എന്തൊക്കെയായി പറയണത്? എടാ ആ ജോത്സ്യം പറഞ്ഞതിൽ എന്താ തെറ്റ്? എൻ്റെ ദോഷം കൊണ്ട് തന്നെയാണ് നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകൾ വാഴാത്തത്, പെണ്ണുങ്ങൾ വാഴില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലതും പറഞ്ഞു കൊടുത്തിട്ടാണോ? അയാൾ അത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞില്ലേ, അതിലെന്താ തെറ്റുള്ളത് എന്നൊക്കെ ഇങ്ങനെ സുഭാഷ് ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ പറഞ്ഞ് എന്തായാലും കുഴപ്പമില്ല, സുഭാഷ് ചേട്ടൻ വന്നേ, ഇങ്ങോട്ട് വീട്ടിലോട്ട് വന്നേ. അവിടെ എല്ലാവരും സങ്കടപ്പെട്ട് ഭ്രാന്ത് പിടിച്ച് നടക്കുക. എടാ ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഞാൻ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് വരാൻ കൂട്ടാക്കില്ല കേട്ടോ. അപ്പോഴേക്കും സുധീഷ് പറഞ്ഞതേ മിക്കവാറും ഞാൻ വിളിച്ച് പറഞ്ഞ് ഇപ്പം അവരെല്ലാവരും കൂടെ ഇങ്ങോട്ട് വരും, അതുകൊണ്ട് സുഭാഷിയുടെ മര്യാദയ്ക്ക് അങ്ങോട്ട് വാന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷിനെ കൂട്ടി സുധീഷ് വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിധിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്തായി സുധീഷേ? അപ്പം സുധീഷ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ ചാന്ദിനിയുടെ അടുത്തായിരുന്നു എന്നും, ചാന്ദിനിയുടെ അടുത്ത് ചെന്നപ്പോഴേക്കും അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അങ്ങനെ ഞാൻ കൈയോടെ കൊണ്ടുവരുന്നു എന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കേട്ട് നിധിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നിട്ട് നിധി ഫോൺ വെച്ച പാടെ തന്നെ പറയുന്നുണ്ട്, അതെ സുഭാഷ് ചേട്ടനെ കണ്ടുകിട്ടി, അവിനാശിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്ന സീനും കാര്യങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ചയിൽ കൊണ്ടു നിർത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പോർഷൻസ് ഉണ്ട്. അപ്പം ഞാൻ ഒരു ആഴ്ചത്തെ ഇനി വരാനുള്ള ഏകദേശം ഒരു സ്റ്റോറി പോലെ അങ്ങ് അവതരിപ്പിച്ചതാണ്. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും കുത്താനായിട്ട് ആരും മറക്കരുത് കേട്ടോ. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ അത് പതിവായിട്ട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും, പക്ഷേ എങ്കിലും പുതുതായിട്ട് വരുന്നവരുടെ അടുത്ത് ഒരു ഓർമ്മപ്പെടുത്തൽ എന്തായാലും വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചല്ലോ കേട്ടോ. ഈ സുമി മുഫാസ് മനസ്സിൽ അതിൽ 2 പരമ്പരകൾ ഇടുന്നുണ്ട്. നമ്മുടെ ഇവർ വിവാഹിതരായാൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും, അതുപോലെ കാറ്റത്തെ കിളിക്കൂട് കൃത്യം 7 മണിക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നല്ലൊരു സപ്പോർട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടെ തന്നെ നമ്മുടെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ കാറ്റത്തെ കിളിക്കൂട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അതുവരേക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.